ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണേ. മക്കളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ആരാണ് ഈ പുറകിലിരിക്കുന്ന ആളെന്ന്. ഇതാണിടാ നമ്മുടെ മല്ലനാന. മല്ലനാന എന്ത് ചെയ്യാന്നറിയോ? നമ്മുടെ സ്കൂളിലൊക്കെ സ്പോർട്സ് നടക്കുന്ന പോലെ അവിടുത്തെ കാട്ടിൽ, അതായത് ഫോറസ്റ്റിൽ ഒരു സ്പോർട്സ് നടക്കുന്നുണ്ട്. അപ്പൊ മല്ലനാനയാണ് തീറ്റ മത്സരം ഒക്കെ നടത്തുന്ന ആള് മല്ലനാനയാണ്. അപ്പൊ മല്ലനാന കരിമ്പുകളൊക്കെ ഇങ്ങനെ കെട്ടുകളാക്കി വെക്കുകയാണ്. ഒരു കെട്ടിലിടാ 100 കരിമ്പുകളാണ് ഉണ്ടാവുക. അതായത് ഒരു കെട്ടിലെന്ന് പറയുന്നത് 100 കരിമ്പുകളാണ് കേട്ടോ. 100 കരിമ്പുകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്നറിയോ? ഇവിടെ 2 പേര് ഈ തീറ്റ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ തിന്നത് എന്നാണ് കാണണ്ടേ. ഏറ്റവും കൂടുതൽ കരിമ്പ് തിന്നത് ആരാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് വിജയെ നമ്മൾ കണ്ടെത്തണം. ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. നമുക്ക് തുടങ്ങിയാലോ. ഇതാടാ കരിമ്പ് കെട്ടിന്റെ എണ്ണം. അതായത് നമ്മുടെ ജിറാഫ് ഉണ്ട്. ജിറാഫ് തിന്നത് 6 കരിമ്പ് കെട്ടാണ്. അതുപോലെ ഇവിടെ ഒരു ബേറുണ്ട്. തിന്നതോ 10 കരിമ്പ് കെട്ടാണ്. ഒരു കരിമ്പ് കെട്ടില് 100 കരിമ്പുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 എണ്ണത്തിലോടാ 200 ഉണ്ടാകും അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 എണ്ണത്തിലോ 300 കരിമ്പുകൾ ഉണ്ടാവും അല്ലേ? ഇതെന്താണ്? ഇത് 1s പ്ലേസ് ആണ്, 10s പ്ലേസ് ആണ്, 100s പ്ലേസ് ആണ്. അപ്പൊ 100s പ്ലേസ് ആണല്ലേ മാറിക്കൊണ്ട് നിൽക്കുന്നേ. അങ്ങനെയാണെങ്കിൽ 6 കരിമ്പ് കെട്ടില് എത്ര എണ്ണം ഉണ്ടാവും കരിമ്പ്? യെസ്, 6ഉം 2 0 അല്ലെ? 600 എണ്ണം ഉണ്ടാകും. ഇതാ നമ്മൾ 600 എഴുതി. അതുപോലെ 10 കരിമ്പ് കെട്ടില് എത്ര കരിമ്പ് ഉണ്ടാകും? ഇതാ നേരത്തെ ചെയ്ത പോലെ തന്നെ 10 എഴുതുക. കൂട്ടത്തിൽ ഈ 2 0. ഇതാ 1000. അതെ, 1000. അപ്പൊ നമ്മൾ കണ്ടു ആരാണ്? നമ്മുടെ കരടിക്കുട്ടനാണല്ലേ ജയിച്ചത്. അതെ, കരടിക്കുട്ടനാണ് നമ്മുടെ തീറ്റ മത്സരത്തിലെ വിന്നർ ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.